സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരം നടക്കുന്ന ടാഗോർ തിയേറ്ററിന് മുന്നിലാണ്. ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് വളരെ പരിചയമുള്ളൊരു മുഖം കണ്ടു. അടുത്തിടയ്ക്കാണ് മുറ കണ്ടത്. അപ്പോഴാണ് ഈ മുഖം എവിടെയോ കണ്ട് നല്ല പരിചയമുള്ളതാണല്ലോ എന്ന് ആലോചിച്ചത്. കണ്ണൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നിരവധി സിനിമകളിൽ അഭിനയിച്ചു. ഇപ്പോൾ മുറ വന്നപ്പോഴാണ് ശരിക്കും ഒന്ന് ആൾക്കാർ തിരിച്ചറിഞ്ഞെന്നില്ല. അതെ, കുറച്ചധികം സിനിമകളായി. പക്ഷേ പ്രധാനമായും ഞാനൊരു നാടക പ്രവർത്തകനാണ്. അപ്പോൾ നാടകം കാണാൻ കിട്ടുന്ന ഒരു അവസരങ്ങളും പാഴാക്കാറില്ല. എല്ലാ കലോത്സവങ്ങളിലും പോയി നാടകങ്ങൾ കാണാറുണ്ട്. കലോത്സവങ്ങൾ മാത്രമല്ല, ലിറ്റ് എവിടെയെങ്കിലും നാടകങ്ങൾ കാണാറുണ്ട്. അത്തരത്തിലാണ് നമ്മളെ നവീകരിച്ചു കൊണ്ടിരിക്കുന്നത്. തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. അതെ, നാടകക്കാരനാണ്. കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് നാടകം തന്നെയാണ് സ്ഥിരം മേഖല. സിനിമകൾ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്നു. ഇപ്പോൾ മുറ അടുത്ത കഴിഞ്ഞ മാസം തന്നെ റിലീസായ സ്ഥാനാർത്ഥി ശ്രീകുട്ടനിലൊക്കെ പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്യാൻ പറ്റി എൻ്റെ സന്തോഷമുണ്ട്. നാടകം എല്ലാ തവണയും ഈ പറഞ്ഞതുപോലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനൊക്കെ അങ്ങനെ കീനായി വാച്ച് ചെയ്യുന്നുണ്ടോ? മിക്കവാറും ഒക്കെ പറ്റുന്ന വർഷങ്ങളിലൊക്കെ പോകാറുണ്ട്. കഴിഞ്ഞ വർഷം പോയിരുന്നു. അപ്പം അത്തരത്തിൽ കാരണം പുതിയ തലമുറ എങ്ങനെയാണ് നാടകത്തിനെ സമീപിക്കുന്നത്, പുതിയ നാടക സങ്കേതങ്ങളൊക്കെ പ്രധാനമായിട്ടും കലോത്സവ നാടകങ്ങളിലാണ് വരാറ്. മത്സര നാടകമാകുമ്പോൾ ഈ അരമണിക്കൂറിനകത്ത് ജഡ്ജസിനെ ഞെട്ടിക്കാൻ വേണ്ടി പരമാവധി പ്രകടനങ്ങൾ നടത്താനായിട്ട് സംവിധായകരും നടന്മാരും ഒക്കെ ശ്രമിക്കുന്ന ഭാഗമായിട്ട് അത്ര നല്ല നാടകങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ കണ്ട 4 നാടകങ്ങൾ കഴിഞ്ഞു. 4 നാടകങ്ങളിൽ 2 നാടകങ്ങൾ അധികംഭരമായിട്ടുള്ള 2 നാടകങ്ങൾ കാണാൻ പറ്റി. ഇനിയും നല്ല നാടകങ്ങൾ വരും എന്നുള്ള ഈ പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്യുന്നു. ഈ നാടകം എന്ന് പറയുന്നത് കുട്ടികളുടെ മാത്രം ഒരു ശ്രമമല്ലല്ലോ. കാര്യം ഇത് പഠിപ്പിക്കുന്ന ആൾക്കാർ, ഇതിൻ്റെ രംഗസജ്ജീകരണങ്ങൾ ഉറപ്പായിട്ടും പുറത്തുനിന്നുള്ളവരുടെ സഹായ സഹകരണത്തോടു കൂടി തന്നെയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നാടകം എന്ന് പറയുന്നത് നടന്മാരുടെ തന്നെയാണ്. തട്ടയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും ഒരു കളിയില്ല. അതിൽ നടന്മാർ തന്നെ പെർഫോം ചെയ്തേ പറ്റും. അത് കുട്ടികൾ തന്നെയാണ്. അവരിൽ നിന്നും എത്രത്തോളം പരമാവധി മാക്സിമം ഊറ്റിപ്പിഴിഞ്ഞെടുക്കാൻ സംവിധായകർ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടുള്ള നാടകങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നാടക പ്രവർത്തകരെ സംബന്ധിച്ച് പൊതുവെ അവർക്ക് സിനിമയിൽ അവസരം കിട്ടിയാലും അവരുടെ അമ്മ നാടകം തന്നെയാണ്. ഒരല്പം മുമ്പാണ് സന്തോഷ് കീഴോട്ട് സംസാരിച്ചത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നാടകത്തോട് ഒരു പക്ഷേ സിനിമ കുറച്ചുകൂടെ പ്രശസ്തി തരും, അപ്പോഴും നാടകത്തിൽ തന്നെ അങ്ങനെ നിൽക്കാനും നാടകത്തെ ഇത്രത്തോളം സ്നേഹിക്കാനും കഴിയുന്നത് എന്തുകൊണ്ടാണ്? സിനിമ പ്രശസ്തിയും പണവും തരും, നാടകം ഇത് രണ്ടും തരില്ല. പക്ഷേ ഒരിക്കലെങ്കിലും നാടകം അവതരിപ്പിച്ചിട്ടുള്ള ആർക്കും ഇത് മറത്തൊരു അഭിപ്രായം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്തരത്തിലാണ് നമുക്ക് ലൈവായിട്ട് തന്നെ നമുക്ക് ഓഡിയൻസിന് റിസപ്ഷൻ കിട്ടുന്നു. എന്താണെന്നുള്ള ഇമോഷൻസ് വളരെ മാൻ ടു മാൻ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ലോകമുള്ളിടത്തോളം കാലം നാടകം എന്നുള്ള കലാരൂപം ഉണ്ടാവും. ഞങ്ങൾ നാടക പ്രവർത്തകർ ഒരിക്കലെങ്കിലും നാടകം ചെയ്തിട്ടുള്ളവർ നാടകത്തിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു. ഈ നേരത്തെ പറഞ്ഞ പണവും പ്രശസ്തിയും ഒക്കെ ഇതിൽ നിന്ന് കിട്ടുമെങ്കിൽ ഒരാളും സിനിമയിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രത്തോളം നമ്മൾ ഹൃദയത്തോട് അടുത്ത് വെക്കുന്ന കലാരൂപമാണ് നാടകം. അതായത് പ്രേക്ഷകൻ സിനിമയെ കാണുന്നതിനേക്കാൾ കുറച്ചും കൂടെ ഗൗരവത്തോടെ നാടകത്തെ കാണണം. നാടക പ്രവർത്തകർ സിനിമയിലേക്ക് പോകാൻ മടിക്കുന്ന തരത്തിൽ നാടകത്തിന് പണവും പ്രശസ്തിയും ഉണ്ടാവണം. അതെ, അത്തരത്തിലൊരു ലോകം ഇവിടെയും വരട്ടെ. കാരണം കേരളം വിട്ടുകഴിഞ്ഞാൽ പുറത്തൊക്കെ നാടക പ്രവർത്തകർക്കും നാടകക്കാർക്കുമാണ് കൂടുതൽ വിലയുണ്ടാവുക, അല്ലെങ്കിൽ വിലയുള്ളത്. അങ്ങനെയാണ് മതിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ മാസം ഞാൻ റഷ്യയിൽ നാടകം അവതരിപ്പിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പോകുമ്പോൾ കാണുന്ന സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ അല്ലെങ്കിൽ മോസ്കോയിലൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ നാടക തിയേറ്ററുകളാണ് തെരുവുകൾ നിറയെ. 1-2 വിരലുണ്ടാവുന്ന സിനിമാ തിയേറ്ററുകൾ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. അപ്പോൾ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും ഒരു നാടക നടനാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു അഭിമാനവും അതൊക്കെ ഉണ്ട് തിരിച്ചു കിട്ടുന്നത്. ഒരു സിനിമാ നടനെ അവർ അങ്ങനെയൊക്കെ കാണാറുള്ളൂ. അപ്പം അങ്ങനെയാണ് പുറം രാജ്യങ്ങളിലൊക്കെ ഉള്ളൊരു സിനാരിയോ. അങ്ങനെയാണ് നമ്മളിവിടെയും അതായി വരണമെങ്കിൽ സ്ഥിരം നാടകവേദികളും സ്ഥിരമായി നാടകം അവതരിപ്പിക്കാനും അത് വന്ന് ടിക്കറ്റ് എടുത്ത് കാണാനുമുള്ള ഒരു അവസരം നമ്മുടെ കേരളത്തിൽ ഉണ്ടാവണം. അത്തരം തിയേറ്ററുകൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി. ഒരുപക്ഷേ ഈ പറഞ്ഞതുപോലെ 1-2 അല്ലെങ്കിൽ 3 മാസത്തേക്ക് സ്ഥിരമായി അവിടെ സ്ഥാപിക്കുന്ന ഒരു സ്റ്റേജ്, ആൾക്കാരുടെ ഇടയിലൂടെ കയറി വരുന്ന ആക്ടേഴ്സ്, അത്തരം ഒരു സംഗീതത്തെ പറ്റിയല്ലേ പറയുന്നത്? അതെ, സ്ഥിരം നാടക തിയേറ്റർ. അതായത് ഇപ്പം നമ്മൾ പുറത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസം 3 മാസം മുൻപ് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നാടകം കാണാൻ പറ്റൂ. ഇവിടെ നമുക്ക് സിനിമയ്ക്ക് പോലും അന്നത്തെ ദിവസം ബുക്ക് മൈ ഷോയിൽ നമുക്ക് ബുക്ക് ചെയ്യാം. പക്ഷേ അവിടെ അങ്ങനെയല്ല. അപ്പോൾ അതുപോലെ ഇവിടെയും വരണം. നേരത്തെ തന്നെ മുൻകൂട്ടി ടിക്കറ്റ് എടുത്ത് ഓക്കെ ഇന്ന ദിവസം എനിക്ക് ഇത്ര മണിക്കൂർ എനിക്ക് ഗ്യാപ്പുണ്ട്, അല്ലെങ്കിൽ ബസ്സിൽ ഇവിടെ വന്ന് ഇറങ്ങുന്ന ഒരാൾക്ക് എനിക്ക് ഈ സമയത്ത് ഒരു നാടകം കാണണമെന്ന് തോന്നിയാൽ കാണത്തക്ക രീതിയിൽ സ്ഥിരമായ നാടകാവതരണങ്ങൾ സംഭവിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ നാടക പ്രവർത്തകരും വളരെ ഗൗരവത്തോടെ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയമാണിത്. നാടകത്തിന് സിനിമയേക്കാൾ പ്രാധാന്യവും ജനകീയതയും പണവും പ്രശസ്തിയും കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് ആസ്വാദകൻ വളരണം എന്നതാണ് അവർ ആഗ്രഹിക്കുന്നത്. ആർ ബിനോയ് കൃഷ്ണൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.